നിവിനെയാണ്. നമുക്ക് പഴയ നിവിനെ തിരിച്ചു കിട്ടുമോ? മെയ് 1 മലയാളി ഫിലിമിൻ്റെ റിലീസാണ്. ആക്ച്വലി അങ്ങനെ പഴയ നിവിൻ പുതിയ നിവിൻ ഒന്നുമില്ല. പക്ഷെ നല്ല സിനിമയാണ്. സാധാരണ സിനിമയാണ്. പക്ഷെ ഒരുപാട് ലൈഫും ഒരു മലയാളിയുടെ കഥയാണ്. നിവിനാണ് ഏറ്റവും ബെസ്റ്റായിട്ട് മലയാളി ഫിലിമിനാണ് ആ 6 പാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു നിവിൻ തന്നെയായിരിക്കും സിനിമയിൽ. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. പ്രേക്ഷകർ കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയാണ്. അതാണ് ഞാൻ എഴുതിയിട്ടില്ല. അതൊരു നമ്പേഴ്സ് വെച്ചല്ല ആ സിനിമ അതൊരു ചെയ്യാനൊക്കെ ബസ്സിസാറും രാജോട്ടിസ്റ്ററും അതുകൊണ്ട് അതിൻ്റെ ജനഗണനയ്ക്കും കിട്ടി. ജനഗണനയുടെ പല സ്കെഡ്യൂൾസ് ആടുജീവിതത്തിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ലുക്കിൻ്റെ കുറേ വേരിയേഷൻ ജനഗണനയ്ക്കും കിട്ടി. നോക്കാം. ആടുജീവിതത്തിന് വേണ്ടി ചെയ്ത ആ ഒരു അല്ലെങ്കിൽ ആക്ടിങ് വൈസ് ആണെങ്കിലും അപ്പോൾ അത് ജനഗണമനയ്ക്ക് ഹെൽപ്പ് ചെയ്തെന്ന് അല്ല, ആക്ടിങ് വൈസ് രണ്ട് ഇതല്ല. ഈ ഡെഫിനറ്റ്ലി ഓരോ സിനിമയിലും പെട്ടെന്ന് വഴി സ്വിച്ച് ചെയ്യും. പക്ഷേ ഇതൊരു ഗംഭീര സിനിമയാണ്. ഡിഫറെൻറ്റ് വേറെ തന്നെ ഒരു സിനിമയാണ്. അതിന് എനിക്ക് പറഞ്ഞ ഗുണങ്ങൾ ഇതാണ്. ബുക്ക് വൈസ് കുറേ കോടതിയിൽ വരുന്ന കാര്യം, പോലീസായിട്ടുള്ള കാര്യം, ഇതെല്ലാം ഡിഫറെൻ്റാണ്. എല്ലാം ഈ പറഞ്ഞത് പല പല സ്കെഡ്യൂൾസ് ചെയ്യാൻ സാധിച്ചത് ഞാൻ ഹാപ്പിയാണ്. ഫിലിം മേക്കിങ്ങിനിടയിൽ രാജേട്ടൻ ആടുജീവിതത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കുറേ പറഞ്ഞു. അത് കാണുമ്പോൾ അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല. അതിനിപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു എഫേർട്ട് സംഭവമാണ്. തീർച്ചയായിട്ടും ഇത് ഈ ജനഗണമനയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് രാജുവേട്ടൻ ആകുന്നൊരു ആക്ടർ എന്നുള്ളത് ആ സ്പീഡ് വളർന്നുണ്ട്. അപ്പം അത് ജനഗണമനയുടെ സെക്കൻഡ് പാർട്ടിൽ അതെ സെക്കൻഡ് പാർട്ടിൻ്റെ വളരെ ചെറിയൊരു കോഴ്സിൻ്റെ ഒന്ന് ഷൂട്ടിങ് 2-ൻ്റെ അതിൻ്റെ കോഴ്സിന് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൺ ദ ഫ്ലോർ മലയാളത്തിൽ വരാൻ പോവാണ്. ഇപ്പോൾ ധ്യാനവും നിവിനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ മലയാളത്തിൽ ഇന്ത്യയിലായി. അപ്പം മേക്കിങ്ങിൻ്റെ ഇടയിൽ അവരുടെ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ ക്വീനും ജനഗണനയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ടൊരു ത്രില്ലർ സീരിയസ് സിനിമ ഉണ്ടായിരുന്നു. ഇത് നോക്കുമ്പോൾ മലയാളിക്ക് ഭയങ്കര ഫണ്ണാണ്. അപ്പം ഞാൻ എൻജോയ് ചെയ്ത സിനിമയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന അല്ലെങ്കിൽ ജനഗണനെ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര പ്രഷറൊക്കെ അടിച്ചാണ് നിൽക്കും. പക്ഷേ മലയാളത്തിൽ ഭയങ്കര സന്തോഷം തരുന്നൊരു സിനിമയാണ്. ഈ പറഞ്ഞൊരു വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. പക്ഷേ എങ്കിലും ഒരു നല്ല സിനിമയാണ്. പക്ഷെ വലിയ അത് നിങ്ങൾ കണ്ടുപോകാം. കാര്യം നമ്മൾ അല്ല ബേസിക്കലി അത് ബോബിയാണ്. ഞാൻ സിനിമയെക്കാളും ഓരോ സിനിമയിലും ഓരോ ആർട്ടിസ്റ്റുകൾ ആ ക്യാരക്ടറായിട്ട് മാറ്റണം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിവിൻ പോളിനേക്കാളും കൂടുതൽ ഗോപി, മൻപൂർ ഇവരൊക്കെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് എഴുതുന്ന നാട്ടിൻപ്രദേശത്തിലെ ഒരു രസമായിട്ടുള്ളൊരു ഗോപിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ മുടിയും കാര്യങ്ങളെല്ലാം വർക്കായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പ്രേക്ഷകരാണ് ഒരു നല്ല സിനിമയാണ്. കുറച്ച് വലിയ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മെയ് 1 മലയാളി ഫിലിം. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ നിവിനും ധ്യാനും ഒരു കോമ്പിനേഷനൊക്കെ നമ്മൾ നിവിൻ അജു ഇതെല്ലാം നമ്മുടെ. പക്ഷെ അതൊന്നും ബ്രേക്ക് ചെയ്യാനും പറ്റി. പറഞ്ഞാൽ ധ്യാൻ ഭയങ്കര രസമായിട്ടും ധ്യാൻ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ വീഴ്ചകൾ തരികയല്ല. പക്ഷെ അത് നല്ല സിനിമയാണ്. നമ്മൾ ബാക്കി പോയി കാണും. നന്നായി ഡിസ്കഷൻ നടക്കും. അതിൻ്റെ കാര്യങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നോക്കാം. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അല്ല ഇതിൻ്റെ ഇതിൽ തന്നെയാണ് നമ്മൾ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ പ്രോസസ്സിലല്ലേ ഞാൻ നടക്കുന്നത്.